guys, welcome back to my YouTube channel, Mr. I and Sam. Guys, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ടോയ്സ് എല്ലാം റിവ്യൂ ചെയ്യാൻ പോകണം. അപ്പോൾ എൻ്റെ പഴയ നല്ല ടോയ്സാണ് ഗൈസ്. എൻ്റെ വെപ്പൺ പോലത്തെ ടോയ്സാണ്. അതെല്ലാം ഞാൻ അതെല്ലാം വെച്ചെന്നും കളിക്കാനുള്ള വെച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിലോട്ട് പോകാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ വാളാണ് എടുക്കുന്നത്, അതായത് സ്വാഡ് ഗൈസ്. ഈ സ്വാഡാണ് അടിപൊളിയാണ് ഗൈസ്, പക്ഷേ അടിക്കാനൊക്കെ നല്ല സുഖമാണ്. വേറെ ഗൈസ് ഇത് കണ്ടോ? പക്ഷേ ഗൈസ് അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി വാറിൻ്റെ മറ്റേ എൻ്റെ ഗെയിമിലൊക്കെ കണ്ട മൈൻഡ് സ്റ്റോണൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഐസ് എന്താ പറഞ്ഞു എന്തോ അത് വെച്ച് നമുക്ക് ആര് വേണേലും കുത്താനും പറ്റും. പിന്നെ ഇത് നമ്മുടെ രാജാവിൻ്റെയൊക്കെ ഒരു ഇതില്ലേ, യൂറോപ്യനോ റഷ്യനോ ആണ്ട് രാജാക്കന്മാരുടെ ഈ ഒരു ഷീൽഡാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു നല്ല ടൈപ്പ് ഷീൽഡാണ്. നമുക്ക് അത്യാവശ്യം പ്രൊട്ടക്റ്റൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മൾ വാൾ വെച്ചടിച്ചാലും ഇതിനകത്തൊരു ഇതുപോലും പറ്റില്ല. ബട്ട് പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലൊരു സാധനമുണ്ട്, കൈ വെക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പൊട്ടും. അതിനൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ റഷ്യൻ ഷീൽഡ് ഒക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ ഇത് പെട്ടെന്ന് ഇളകും, അങ്ങനെ പ്രശ്നമേ ഉള്ളൂ. മാത്രമല്ല ഇതിൻ്റെ പെട്ടെന്ന് കളറൊക്കെ പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒട്ടിച്ചാണ് വെച്ചേക്കുന്നത് വൈറ്റ് ഇങ്ങനെ നമുക്ക് അപ്പം കയറ്റി വെച്ചേക്കാം തിരിച്ച് ഗൈസ്. നല്ല അടിപൊളി വാളാണ്. എല്ലാവരും പറ്റുവാണെങ്കിൽ മക്ക മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോളൂ. എത്ര അടി? നമ്മളെ 24 ദിർഹംസ് ആണ്. 24 8 ദിർഹം. 8 ദിർഹമാണ്. 8-10 ദിർഹമാണ്. 8 to 10 ദിർഹമേ ഉള്ളൂ. പിന്നെ ഇത് എൻ്റെ സ്നൈപ്പറാണ്, അടിപൊളി സാധനമാണ്. പക്ഷെ അതിൽ ഒരു ബുള്ളറ്റ് ഉള്ളു, 3 ബുള്ളറ്റ് ഉണ്ടായിരുന്നു ഗായ്സ്. ഇപ്പം നമ്മൾ 2 ബുള്ളറ്റ് കളഞ്ഞേക്കും. ചുമ്മാ കിടന്ന കരിയല്ലേ ഇഷ്യൂ ഗീസ്. അപ്പം നമ്മളിനി നമ്മൾ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. ഇത് ലോഡ് ചെയ്തൊക്കെ വല്ലാത്തൊരു പരിപാടിയാണ് സുഹൃത്തുക്കളെ. ചില സമയത്ത് ലോഡാവത്തില്ല, ചില സമയത്ത് ലോഡാകുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് തന്നെ തെറിച്ച് വരും. കണ്ടോ ഗൈസ്? ഇതുണ്ടോ? ഇപ്പം നമ്മൾ ലോഡിങ്ങിൻ്റെ ഇത് കൊടുക്കുമ്പോൾ ഇതാകത്തുള്ളൂ. ഭയങ്കര പാടാണ് സുഹൃത്തുക്കളെ. ഇത് ചെയ്ത് നല്ല പാടാണ്. ഇതിങ്ങനെ നമ്മൾ ആക്കി എടുക്കും. ബട്ട് നമ്മൾ നേരെ ആക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഇതുണ്ടല്ലോ നമ്മുടെ നേരെ ഓട്ടോയിലോടായിട്ട് ഷൂട്ടായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാപ്പയൊക്കെ അതുവരെ നടന്ന് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഷൂട്ട് ഗൈസ്. കറക്റ്റ് ആയിട്ടുള്ളൂ ഗൈസ്. നമ്മൾ ഒരെണ്ണം വീഡിയോ വെച്ചു, ഒറ്റൊരെണ്ണേ ഉള്ള ഇനി ഗൈസ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്തെടുക്കാൻ പോവാണ്. നമ്മളെ കുഞ്ഞു കണ്ണ് നമുക്ക് റിവോൾവർ എടുക്കാം. റിവോൾവർ അതിനകത്ത് കറക്റ്റ് 3 ഗായ്സ്. കറക്റ്റ് 3 ബുള്ളറ്റ് ഉണ്ട്. നമ്മളത് എടുക്കാൻ പോവാണ്. കറക്റ്റ് നമ്മൾ അടുക്കിയൊക്കെ വെച്ച്. ഇതാണ് എൻ്റെ അടുക്കുന്ന രീതി, അതായത് നല്ല രീതിക്ക് അടുക്കാൻ ഇത് മാത്രമാണ് എൻ്റെ ഉള്ള ടോയ്സിൽ ഇത് മാത്രമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ ഇത് വാളിൻ്റെ ഇതും മാത്രം ഒട്ടിച്ചുള്ളത്. പൊട്ടിയിട്ടില്ല. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഷൈൽഡ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കാം. ബട്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുത്ത് വെക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. അപ്പം ഒരാൾ പിടിച്ചും കൊടുക്കണം ഗൈസ്. ഇത് നമ്മുടെ പിസ്റ്റൾ. ഇതിന് ഒരുപാട് പേരുണ്ട്. പിസ്റ്റൾ, റിവോൾവർ, ഗൺ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഫ്രണ്ട്സ് ഇതിന്. ഇതാണെങ്കിൽ അടിപൊളി സംഭവമാണ്. എനിക്കറിയാം. ഇതിനകത്താണ് എനിക്ക് കറക്റ്റ് 3 ബുള്ളറ്റ്. 3 ബുള്ളറ്റ് ഉണ്ട്. ഒരെണ്ണം നമ്മൾ അതിനകത്ത് കുത്തി അടിച്ച് കയറ്റി വെക്കുന്നു ഗൈസ്. ഇത് നമ്മൾ റോക്കി ബായ് പോലെ റോക്കി ബായ് പറഞ്ഞ വീഡിയോ വെക്കുന്നും ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നടന്ന് നമ്മൾ നേരെ നമ്മളിതാ സ്ക്രീനൊക്കെ അങ്ങോട്ട് തിരിച്ചിട്ട് നമ്മളതാ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സ്. ഏതാ ഷൂട്ടാവുന്നു? ഷൂട്ട്. ബട്ട് ഒട്ടിയില്ല, സ്റ്റിക്ക് പോയി ഗൈസ്. സ്റ്റിക്ക് പോയി. ഞാൻ സ്റ്റിക്ക് ടൈറ്റ് ആക്കാൻ വിട്ടു. സ്റ്റിക്ക് ഇളകി. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇളകിയപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റിക്കൊക്കെ ടൈറ്റ് ആക്കിയിട്ട് വീണ്ടും നമ്മളൊരു ഷൂട്ട് കൊടുക്കുകയാണ്. ഷൂട്ട്
ഓ ഗായ്സ് അത് കൊണ്ട് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. തിരിച്ചിത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇളകി പോവും. അത് അധികം സമയം നിൽക്കത്തില്ല ഗൈസ്. ഇത് രണ്ടാമത്തെയാണ്. ഇത് 2 ഗൈസ്. നമ്മൾ വീഡിയോ ആരെങ്കിലും മുകളിലൊക്കെ വീഡിയോ ഇങ്ങനെ നമ്മൾ എന്തുവാ മേളിലൊക്കെ വീഡിയോ വെച്ചിട്ട് ആരെങ്കിലും കാണിക്കാൻ പോകുമ്പോഴത്തേക്കും ആശാൻ അങ്ങ് തറയിൽ കിടക്കും. ബുള്ളറ്റൊക്കെ 5 സെക്കൻഡ് മാക്സിമം നമ്മൾ മേളിലൊക്കെ വീഡിയോ വെച്ചാൽ അത്രയും ഫോഴ്സിൽ പോയിട്ട് നേരെ കുതിച്ച് നിലത്തോട്ട് വന്നിട്ട് നിലത്ത് തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് തന്നെ നിലത്തൊട്ടി പിടിച്ച വീണാലും കുഴപ്പമില്ലല്ലോ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ദൂരത്ത് വെച്ച് ഷൂട്ട് ചെയ്യുക, അടുത്ത് വെച്ച് നോക്കിയിട്ട് നേരെ സ്ട്രെയിറ്റ് നോക്ക്, നേരെ സ്ട്രെയിറ്റ്. ഓ ബ്രോ, അതിന്റെ അടുത്ത് തന്നെയാണെന്നുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ബുള്ളറ്റ് ആണ്. നമ്മൾ ഈ മൂന്നാമത്തെ ബുള്ളറ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2ന്റെ രണ്ടാമത്തെ അടിയിലാണ് ഗൈസ്. കറക്റ്റായിട്ട് നമ്മൾ ട്രിഗർ വെച്ച് ഒറ്റ വലി പട്ടേ ഗൈസ്. അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ പയ്യെ ചെയ്ത് നമുക്ക് കുഴയിൽ വന്നപ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ് ഒക്കെ ഇവിടെ ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഉറപ്പായിട്ടും പോവും ഗൈസ്. ആരും പറഞ്ഞ് കഴിഞ്ഞില്ല, ഒരെണ്ണം നിലത്ത് കിടക്കാൻ തുടങ്ങി ഗൈസ്. നമ്മൾ ആ രണ്ടാമത്തെ ഇടയ്ക്ക് വെച്ചതിന്റെ മുകളിലുള്ളത് ഗൈസ്. സൂപ്പർ ഗൈസ്. അതിന് നമ്മൾ 3 എണ്ണം എടുത്ത് നമ്മൾ തിരിച്ച് വെക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മളിതാ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് അവിടെ അടുക്കി വെക്കുകയാണ്. ഞാൻ എൻ്റെ സ്വഭാവം എന്താ വെച്ചാൽ സ്നൈപ്പറിൻ്റെ അടിയിൽ എപ്പോഴും പിസ്റ്റൾ വെക്കത്തുള്ളൂ. പിസ്റ്റളിൻ്റെ മേളിൽ ഒരിക്കലും ഞാൻ സ്നൈപ്പറെ അടി വെക്കത്തില്ല. ഒരിക്കലും ഞാൻ മേളിലേ വെക്കത്തുള്ളൂ. കാരണം അത് ഭയങ്കര വലുതല്ലേ. മാത്രമല്ല എനിക്ക് പെട്ടെന്ന് ഒരു ഷാർപ്പ് ഷൂട്ട് ചെയ്യാൻ അത് ബെസ്റ്റ് സാധനമാണ്. കാരണം വെച്ചാൽ കറക്റ്റാ ചെയ്യുന്നത്. നമ്മുടെ ചെവി നമ്മൾ ഇങ്ങനെ മൈക്ക് പറയത്തില്ല, ഹലോ എല്ലാവർക്കും കേൾക്കാം, എയർപോർട്ട് ഈസ് ലാൻഡിങ് എന്നൊക്കെ പറയത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് വെച്ച് നമുക്കിപ്പോൾ നല്ല സാധനമാണ് ഗൈസ്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ല. എന്തൊക്കെയായാലും കണക്ട് ചെയ്യാനൊന്നും നോക്കണം. ബ്ലൂടൂത്ത് ഒക്കെ ആയിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ടോയ് ആണ് ഗൈസ്. കറക്റ്റ്. ഇത് നമ്മൾ ബുള്ളറ്റൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന മറ്റേ ടാർഗറ്റിങ്ങിൻ്റെ എന്തോ സംഭവമാണ്. ഞാനൊരു ദിവസം വീഡിയോ വെച്ചേ. ഞാനും അതും വീഡിയോ വെച്ചപ്പോൾ എൻ്റെ ഒരു ബാക്കിൽ പോയി ബുള്ളറ്റ് തെറിച്ചു പോയിട്ട് എൻ്റെ ബുള്ളറ്റാണ് കുത്തി നിന്ന്. ഐശുവിൻ്റെ ബുള്ളറ്റാണ് അവിടെ കുത്തി നിന്ന് അവിടെ ഗൈസ്. അങ്ങനെ നമ്മൾ പയ്യെ അടുത്തതും ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത മറ്റേ ഒരു 3 ബുള്ളറ്റിൻ്റെ ആണ്. 3 ബുള്ളറ്റ് ഒരുമിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ 2 എണ്ണം ഒരുമിച്ചെടുത്ത് ഇത്രയും കൂടെ ഉള്ളു ഗൈസ് നമ്മുടെ കയ്യിൽ സാധനങ്ങൾ. അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മുടെ ഷർട്ടിലൊക്കെ കുത്താൻ പറ്റും. ഇത് ഷർട്ടിൽ കുത്താൻ പറ്റും. മാത്രമല്ല അടിപൊളി സംഭവമാണ് എന്തൊക്കെയായാലും ഗൈസ്. നമ്മൾ പോലീസ് യൂറോപ്പിൽ രാജ്യങ്ങളിലൊക്കെ പോലീസുകാർ ഇങ്ങനെ വെച്ചേക്കുന്ന കാണാൻ പറ്റും. ഇത് കാണാൻ യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസാന്ന് കരുതത്തില്ല എന്തൊക്കെയായാലും. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ പോലീസ് പ്ലേ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, എഴുതിയപ്പുണ്ട്. അതുകൊണ്ട് ആർക്കും ഇതാവത്തില്ല. ചില സമയത്ത് അത് പൊട്ടിയിരിക്കും. അതുകൊണ്ട് കയറുന്നില്ല സാധനം ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ അടുത്തത് ഇത് എൻ്റെ പഴയ ഒരു സാധനം ആണ് പോലീസ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. നല്ല ഇപ്പോൾ ഞാൻ വീടെടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ തല ഇരിച്ചാണ് ഇരിക്കുന്നത് ഗൈസ്. ബട്ട് ക്യാമറയിൽ ഇത് ഐ തിങ്ക് ഇത് റിയലായിട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഗൈസ് പോലീസ് ഒന്ന് കറക്റ്റ് തലയിടിച്ചിങ്ങനെ ഒരു എന്തോ ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ കയ്യിൽ റോബോട്ടും കൂടി ഉണ്ട്. പക്ഷേ അത് ഇപ്പം ഞങ്ങൾ കാണിക്കുന്നില്ല, വേറെ വീഡിയോയിലോട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അതൊരു ഇലക്ട്രിക്കൽ ടോയ് ആണ്. ഇതിനാണെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഇല്ല, ചലനമില്ല. ബട്ട് അത് പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാം ചെയ്യും. ഇത് ബോംബാണ് ഗൈസ്. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഗ്രനേഡ് എടുത്ത് എല്ലാവരും പൊട്ടിക്കട്ടില്ലേ. ബട്ട് ഇതുകൊണ്ടൊരു ഉപയോഗം ഇല്ല. ചെറുതായിട്ട് കാറ്റ് നിറയ്ക്കാം, കാറ്റിങ്ങനെ ഇതിനകത്താക്കാം, കാറ്റ് മുഖത്താക്കാം. നല്ല സുഖമാണ്. ആഹാ ഗൈസ്. നമ്മളെടുത്ത് തിരിച്ചവിടെ തന്നെ വെക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സാധനങ്ങളൊക്കെ ഗൈസ്. ഇത് സ്വാഡ്, ഇത് ഷീൽഡ് ഒക്കെ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ റോബോട്ടിനെ കുറച്ച് പാട്ട് നമ്മൾ കേൾപ്പിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ നമ്മൾ ഇതൊക്കെ വെച്ചതിന് ശേഷം ഇത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം എടുത്ത് കറക്റ്റായിട്ട് ഒതുക്കി വെച്ചു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്യാണ് ഗൈസ്. പയ്യെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്താ പയ്യെ നമ്മളുടെ ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.
don't forget to subscribe. And say